Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். അന്നിത്തരം മതി ഉറങ്ങാറായി പ്രേതന് പറഞ്ഞുവിടും ആത്മാവേ പോ നോ. நிஜமாவா? அனாமிகா യെസ്. இவனுங்களா தான் வந்து பிரிச்சானுங்க. അമ്മയെ പറഞ്ഞുവിടും ആത്മാവേ പോ ആത്മാവേ പോ ആത്മാവേ പോ அவனுக்கு கேட்பீங்க. ஆத்மாவே போ. ஓ, நிறைய பேர் வர ஆரம்பிக்கிறாங்கப்பா. അളിയാ സുഖല്ലേ? നമ്മുടെ ആൾക്കാർ നിങ്ങൾ എന്ത് ചോദിക്കാൻ? അതെ, എന്റെ 2 പവന്റെ മാല കാണാണ്ടായി. 1.5 പവന്റെ മാല കാണാണ്ടായി. അത് ആരാ എടുത്തേന്നൊന്ന് പറഞ്ഞു തരുമോ? ഗുഡ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ സുലോചന. യെസ്, സുലോചന. யாரும் സുലോചന? ഞാൻ അപ്പഴേ പറഞ്ഞാണ് അവളാണ് എടുത്തത്, അവളാണ് എടുത്തത്, അവളാണ് എടുത്തത്. നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഓഹോ. തള്ളിവിടാ. കിട്ടിയാ? പാപ്പ് ചത്ത്. എന്തിനാ കുരിശ്? അത് എലി അണിച്ചിട്ട് വരാണ്ടിരിക്കാൻ. ആ കൊള്ളാം. ഹോഗു ഹോഗു. ഓ, അങ്ങോട്ട് വാങ്ങിട്ട് മുന്നാടി കിട്ടിട്ട് പോരാ. നമ്മുടെ പയ്യനാ, നോക്കിയാരെ ഹോഗൂടാ. മോനെ മാല കിട്ടി. സുലോചനയുടെ കട്ടിലിണ്ടായിരുന്നു. അനാമി എടുത്തേ അന്വേഷണം പറയണം കേട്ടാ. ஏன்னா குறி சொல்ற ஆள் மேல ஆக்கி வச்சிருக்காங்க அனாமிகாவை. നെക്സ്റ്റ് വരുമ്പോ ജ്യൂസ് അതെ അത് പോയി നോക്കും മുട്ടം കളിയാണ് നീയേ കളി അറിയാവുന്ന പോയി കളിച്ചാൽ നമുക്ക് ഉറണ്ടിരിക്കാന്ന് വേണ്ടല്ലേ. 10 ವರ್ಷದಿಂದ ನನ್ನ ಮಗನನ್ನು ಕಾಣುವುದಿಲ್ಲ. 10 ವರ್ಷ മുന്നേ എന്റെ മകനെ കാണാതായതാണ്. ಈಗ ಎಲ್ಲಿದ್ದಾನೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. അവനിപ്പോ എവിടാന്ന് പോലും എനിക്കറിയില്ല. ನಾನು ಇವನಿಗೆ 5,000 ರೂಪಾಯಿ ಕೊಟ್ಟಿದ್ದೇನೆ. ನಿಮಗೆ ನಾನು 10,000 ರೂಪಾಯಿ ಕೊಡು. ഇയാൾ നിനക്ക് പൈസ ഒന്നല്ല പറഞ്ഞത്, ഈ പരിസരത്തോണ്ട് പറഞ്ഞു വിട്ടോ. ನನ್ನ ಮಗ മഹാരാജ. ಜೀವದಲ್ಲಿದ್ದಾನಂತ ಅದು ಹೇಳಿ. നോ. അതിനാരും ഒന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ ഞാൻ അടിച്ച് ബാക്കി വെച്ച ഓസിയുടെ 2 ബഗ് കാണാനില്ല. അതാരാന്ന് അടിച്ച് എനിക്കറിയണം. ഇവനാണോ എനിക്ക് സംശയമുണ്ട്. ഞാനൊന്നുമില്ല. അത് പ്രേതം പറയട്ടെ. என்ன இதுக்கெல்லாம் அது கேக்குறானுங்க? കള്ളപ്പണി. கடையே போட்டாங்களா இல்ல? இவ்வளவு கூட்டமா என்ன அப்புறம் கடை போடாம? ഫസ്റ്റ് വന്നൊരു ക്യൂ നിക്ക്. ഒരു 300 രൂപ പാപ്പാ, 300 രൂപ. என்னப்பா பெரிய பிசினஸ் ஆகிட்டு இருக்க நீங்க? എന്ത് കാണിച്ചടാ? ഞാൻ കണ്ടോണ്ട് നിൽക്കുക ഒരു ഓട്ടോറിക്ഷയിൽ പശു വന്നിട്ട് ഒറ്റയിടി ഓട്ടോറിക്ഷ മറിഞ്ഞു പോയി. ആ ഓട്ടോറിക്ഷയിൽ ഞാൻ ഉണ്ടായിരുന്നു. ஐயோ, എന്തോ ഭാഗ്യം വരാനുണ്ട്. അല്ലല്ല ദാ റിവിനാ. റിവിനാ വേറെ തിന്നാ. എന്തോടാ ഇത്? എടാ വാടാ, നമുക്ക് ഫ്രീയാ. நமக்கு ഓയ് എക്കടെ ബസ്സാ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത്ത മനുഷ്യ ഉണ്ടാകാൻ ஐயோ. ഒറ്റത്തിനോട് കണ്ടുപോരുത്. എല്ലാവരും നീക്കോ. വാങ്ങോത്തിലുണ്ടാക്കുന്ന മതി 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 മതി, ഇനി കളിയില്ല. என்னப்பா ஒரு எலியா அடிச்சு கொண்டு வச்சிருக்காரு. இந்த எலியே பேய வரப்போகுது இப்ப. அவ்வளவு எலியா இருக்கு அதுக்குள்ள. இன்னும் புண்ணியம் கட்டுறாங்க. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. കളിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ ഇത് പറ്റിയത്. എന്തായാലും നന്നായി. കളി നന്നല്ല. ആര് കളി നിർത്തി? കളി നിന്നിട്ടൊന്നുമില്ല, പുതിയ ഷെയറിട്ട് മേടിക്കാൻ പോകും. ஒரு ரொம்ப அஃபன் பண்ணிட்டாங்கன்னு நினைக்கிறேன். പുതിയ പോടാ അനാമികാന്റെ വരികയെ. അനാമിക അനാമിക ഓട് മാറിയെങ്കിലും ആള് മാറിയിട്ടില്ല. போர்டு மாறணும். எனக்கு தெரிஞ்சு அனாமிகா சாப்பிட்டு நினைக்கிறேன். அடுத்து வேற ஏதோ வரப்போகுது. നിങ്ങൾക്കറിയാത്ത ഒരുപാട് നിയമങ്ങളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒരു പ്രേതം തന്നെ സ്ഥിരം വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രേതത്തിന് ശക്തി കൂടും. ரைட்டு. അവർ നമ്മൾ സ്വാധീനിക്കത്തില്ലേ? അയ്യോ, നീങ്ങ വന്നേ, ഭയങ്കരാണല്ലോ. പ്രേതത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അതവർക്ക് പ്രത്യേകിച്ച് മരിച്ച കാര്യം ഒരിക്കലും ഇല്ല. കളിക്കിടയിൽ എല്ലാരും കൂടെ കൈയെടുക്കരുത്. കൈയെടുത്ത പ്രേതം പിന്നെ ഈ വീട്ടിൽ നിന്ന് പോവില്ല. ആണാ? ആദ്യം നീ വീട്ടിൽ നോക്കും. പോയടാ അവിടുന്ന്. എന്താടാ പിന്നെ രോമാഞ്ചം. പ്രേതം നമ്മുടെ അടുത്തുള്ളപ്പോ നമ്മളെ ദേഹമാസകലം കുളിര് കോരും. രോമങ്ങൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. കണ്ട ஏய் இங்க யார் தெரியுதா?
நிறைய படத்துல வருவார்ல அவரு. விக்ரம் படத்துல இருந்தாரு. அதான் தெரியல. എൻജിബി ആരാമാ ഓ ഇതാണോ വീട്? എന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എത്രയാ? മക്കളാ കഷ്ടം. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയില്ലേ ഇത്? എൻ്റെ വണ്ടി നമ്പർ എത്രയാണ്? ഇനി കന്നഡത്തിലൊന്നും ചോദിക്കണ്ടല്ലോ. കന്നഡ വേണ്ട. എൻ്റെ വണ്ടി നമ്പർ എത്രയാണ്? 4316. 4316 ആണ് എൻ്റെ ബുള്ളറ്റിൻ നമ്പർ. അതാണോടാ? ഓ ഇല്ലടാ, സ്കോർപിയോന്റെ നമ്പർ അതാ. அட பாவிங்களா. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ആണല്ലോ. നമുക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കാം. എൻ്റെ വാപ്പച്ചിയുടെ പേരെന്താണ്? എൻ്റെ വാപ്പയുടെ പേര് റഷീദ് എന്ന്. എടാ, എൻ്റെ വാപ്പച്ചിയുടെ പേര് കുഞ്ഞു മുഹമ്മദ് എന്നാണ്. ஓ. റഷീദ് എൻ്റെ എളാപ്പയല്ലേ? കുഞ്ഞു മുഹമ്മദ് എന്നാണ് എൻ്റെ വാപ്പയുടെ പേര്. ஏதோ சம்பவம் பண்ணிட்டு இருக்கு. ஆமா. അതെങ്ങനെയാടാ എൻ്റെ വാപ്പയുടെ പേര് എനിക്ക് തെറ്റുന്നത്? ഇതെന്ത് കളിയാടാ ഇത്? ഇങ്ങനെ വാപ്പയുടെ പേര് വെച്ച് ആണോ കളിക്കുന്നത്? അല്ല, ഗെയിം ആയാലോ. എൻ്റെ വാപ്പയുടെ പേര് റഷീദ് എന്നല്ല, കുഞ്ഞു മുഹമ്മദ് എന്നാണ്. ஐயோ. இதான் சமம் பாப்பா. റസീനൻ മക്കളാ നിൻ எடுத்த வேற இங்கே உட்காந்துரும். ആരെ എന്ത് വിചാരിച്ചാണ് കളിക്കുന്നത്? നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാൻ ആര് കൊത്താനാണ്? ನನ್ನ റെസ്പെക്ട് ചെയ്ത് കൊത്താ. அவங்க எங்க ஓரமா தான் நடத்திட்டு இருந்தாங்க. நீங்களா வந்து நடத்தி கேட்டு പ്രശ്നം ഉണ്ടാവുമ്പോൾ എൻ്റെ അടുത്താണോ വരുന്നത്? എന്നെ വെച്ചിട്ടാണോ ഈ കളി കളിക്കുന്നത്? മമൻ ബോർഡ് ഊർ മന്ത്രാലേ ഷാറൻ മക്കളാ നോടു ജിബേ. എനിക്കത് വെറുതെ ഗെയിമാണ്. എന്ത് ഗെയിം? ഇങ്ങനെ വെച്ചിട്ടാണോ ഞാൻ ഗെയിം കളിക്കുന്നത്? എന്തൊക്കെ പ്രശ്നത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ ഞാൻ വെറുതെ പറയുന്നല്ല, ഒറ്റൊരുത്തും കാലി പോകത്തില്ല. ഞാനേ വടക്കേ വീട്ടിൽ കുഞ്ഞുമോഹന്നിന്റെ ஐயோ. മനസ്സിലായോ? நோ சொல்ல போகுது. குடும்பத்துல கலவரத்தை உண்டாக்கிருச்சு. കുഞ്ഞുമോ മക്കളാ. இவனுக்கு சீரியஸ்னஸ் புரியலையோ? இவர் அவங்க கூப்பிட்டாங்களா, இவரா வந்தாரா? இவராதான் வந்த மாதிரி இருந்தா. ஆனா அவங்க கூப்பிட்ட மாதிரி பேசிட்டு போறாரு. எனக்கு தெரிஞ்சிருச்சு, சிரிக்காம இருந்திருக்கானுங்க. എന്താ ചിരിക്കുന്നത്? വെറുതെ ചിരിക്കലേ. അനാമികയാണ് കൊള്ളാലോ. അനാമികയുടെ നാട് എവിടെയാണ്? ஐயோ. വീട്ടിലാരൊക്കെ ഉണ്ട്? ஓ, பர்சனல் கொஸ்டின் எல்லாம் கேட்க கூடாதுன்னு சொல்லி சொன்னான்ல. പറയില്ലല്ലേ? എന്നാ എങ്ങനെ മരിച്ചത്? ஐயோ. നിർത്തിയേ. മതി മതി, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട. മതി, നമുക്ക് നാളെ കളിക്കാം. നിർത്താം. എന്നാ നീ വെള്ളം വെച്ചോടാ, ഞാൻ പോവാ. നിർത്താടാ, മതിയടാ. പോവാടാ. വെറുതെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതൊന്നും ചോദിച്ചില്ലല്ലോ പറയാനായിട്ട്. എഴുതണം. இவனுக்கு ஏதோ ஆக போகுது. எனக்கும் அப்படிதான் தோணுச்சு. வேகமா தப்பிச்சு போறான்ல, இங்க விழுந்து வர போறான். இன்னொன்னு இப்ப இவங்க மட்டும்தான் இருக்காங்க. മരിക്കുന്നല്ലേ? എന്താ കാണിച്ചേ? மேத்யூவா? இப்ப போனாங்க அவனா? ஏன் மதியம் மேத்யூன்னு சொல்லுது? മത്തി പട്ടി കുറുക്കി കഴിയണം. എന്തിനാ? എന്റെ വീട് അവിടെ അല്ലേ? അത് കുഴപ്പമില്ല, വേണ്ട ഒന്ന് വീട്ടിൽ വേറെ പറ്റില്ലല്ലോ. വണ്ടിയോ വണ്ടി വീട്ടിൽ எல்லாரும் அடிச்சுட்டானுங்களா? ഇതാ വരുന്നേണ്ടി. அவனுக்கு கேம் முடிச்சிட்டு இருக்கானுங்க. 3 பேர் தானே இருந்தானுங்க. ഇതെന്താ വല്ലാത്തൊരു സ്വീകരണം? എന്തോടാ? ചെറിയൊരു ആക്സിഡന്റ്. ഇത്ര മുഖം ഒരുമാതിരി ഇരിക്കുന്നത്. നീ ഇവിടുന്ന് പോയില്ലേ? അപ്പൊ അത് പറയാൻ നീ ചാവും. ലാസോ എന്നിട്ടാണോ നീയൊക്കെ എന്നെ അവളുടെ വായിലോട്ട് തന്നെ വലിച്ചോണ്ട് വന്നേ? ഞാൻ എന്റെ വീട്ടിൽ പോകത്തില്ലായിരുന്നോ? ഇങ്ങനെ ഇപ്പൊ നീ അവിടെ കിടന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ കിടക്കാം. വിടാകുമ്പോ അവള് വലിച്ചു തീർത്ത് ലൈവായിട്ട് കാണാനല്ലോ നിനക്കൊക്കെ. ഒന്നും പറ്റിയില്ലല്ലോ, ഇത്രല്ലേ പറ്റുള്ളൂ. நீ நைட்டு செத்துருவான் தான் சொல்லியிருக்காரு. எப்படி சாவான்லாம் சொல்லல.
വെള്ളം കുടിയടാ. കുടി കുടി. 10 തീയതിക്ക് പോറാണ് നിனைக்கிறேன். ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഇവിടെ ആരെങ്കിലും കൊണ്ടാക്കണം. ഞാൻ പോ. വണ്ടിയെ ഒരു സ്റ്റൈൽ ചെയ്തിട്ട് എടാ നീ എന്താ ലേറ്റായത്? നിങ്ങളെല്ലാം ഈ കോപ്പിലെ കളി കാരണം ബാക്കിയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്തോന്ന്? വഴിയേറ്റി നടക്കായിരുന്നു. നീ ബഹളമ്പക്കായിട്ട് കാര്യം പറ. ഞാൻ ഇന്നും വരുന്ന വഴിയാ. ഇന്നും അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ആ ലൈറ്റ് ഒക്കെ ഓഫായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റാതെ. സ്ഥിരം പറഞ്ഞ വഴിയല്ലേ ഇതങ്ങനെ തെറ്റാണത്? ഇവിടെ നീ വെറുതെ പേടിച്ചിട്ടാണ്. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ചില പ്രാർത്ഥിച്ച് കിടക്കാൻ നോക്ക്. ഇത് പിന്നെ ആളെ കളി എടുത്താനുള്ള നടക്കൂലട്ടോ. ആ മത്തിയുടെ കാര്യം മത്തി മരിച്ചില്ലല്ലോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞില്ലല്ലോ. എടാ നമ്മളുണ്ടാക്കിയ പേരല്ല അനാമിക. നമ്മളുണ്ടാക്കിയ പേരല്ല അനാമിക. പിന്നെന്തിനാ പേടിക്കണം? എടാ നീ എന്തോ നേരെ പോയിട്ട് നീ ഇത്രയോടെ പോയി കിടക്കുന്നത്? ആ ഡി ജവാബ് പറയുന്ന ഫുൾ ടെൻഷൻ ആയി പോയി. നമ്മോട് കളിക്കൊന്നും ശരിയില്ല, ഇവിടെ എന്തോ ദുർമരണേ അങ്ങനെ എന്തോ സംഭവിക്കോ? ദുർമരണം? ആ എന്നാ ചാൽ നമ്മളുണ്ടാക്കിയ അല്ലേ? കണ്ണു പൊട്ടാൻ തരുത്. കാലെന്താ കീറുന്നത്? 2-3 ആഴ്ച എടുക്കും. ഇന്നലെ രാത്രി കടയിൽ അനൂപിന്റെ അച്ഛൻ മരിച്ചു. പുള്ളി വയ്യാതെ കുറെ കാലമായിട്ട് കിടപ്പിലല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അവിടെ വരുന്ന പോയാലോ? ഞാൻ വരുന്നില്ല. അതെന്ത്? അയാളുടെ പേര് മാത്യു. ஐயோ மேத்யூனா இவரு தானா? அப்ப என்ன செய்ய மதிய செடி ஓடுறாங்க அவங்க. ഒന്ന് പോയാലവിടുന്ന്. ഇനി ഈ മാത്യു ആണ് അനാമിക പറഞ്ഞ ആ മാത്യു നീ പറ. വേറെ പണിയില്ല. അയാൾ പ്രായമായിട്ട് കുറെ നാളെ കിടക്കണം. മറുപടിയുമാ இவனுக்கு நிறுத்த மாட்டானுங்க போல. എന്താണ് ഇത്? പേടിപ്പിക്കോ? ഓർക്കൊന്നില്ല. നേരം വെളുക്കാറായില്ല. പോണ്ടടാ. 10 തൊട്ട് പറയൂ ആത്മാവേ പോ ആത്മാവേ പോ. പറഞ്ഞു പറയും മനുഷ്യന്റെ തൊണ്ടന് വെള്ളം പറ്റും. ഇപ്പഴാ ഒന്ന് പോയത്. ടിക്ടി നോവല് വായിക്കുന്ന പോലെ ഉണ്ട്. കം ടു മൈ വേൾഡ്, സൂയിസൈഡ്, ഐ വിൽ കിൽ യു. എടാ നമ്മൾ കളിക്കണ ശരിയല്ലെന്ന് വേണ്ട. അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കളിപ്പിക്കാം. ഞാൻ DJ ബാബുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ഒന്ന് കളിച്ചോട്ടെ. അവന്റെ കൂടി കുറവുള്ളൂ. ഏലസുള്ളതിനോട്ട് എന്നെ പ്രാതൊന്നും ചെയ്യൂല. പിന്നെ ഇവിടെ കൊന്തയിട്ട് അടക്കണ എന്നെ വഴിയിടിച്ച് മുക്കടിച്ച് പിന്നാണ് എന്റെ ഏലം. നീ പറഞ്ഞതിന്റെ അർത്ഥം ഏലസിനോട് ശക്തി കൊണ്ടിരിക്കുന്നല്ലേ? അങ്ങനെയല്ല. ഇവിടെ എന്തൊക്കെ ഇട്ടാലും നമ്മളെല്ലാരും മൂഞ്ചി. അത്ര ഞാൻ പോകും. എല്ലാം കഴിയുമ്പോ അവരെ വിളിച്ചാൽ ഇവിടെ ഇത്ര നാളും വീട്ടിൽ കയറ്റി കളിപ്പിക്കാത്ത ഒരുത്തരം നിങ്ങൾ ക്ഷണിച്ച് വരുത്തത്. അവൻ ഇതിൽ ഓവറായി നല്ലൊരു ഇടിക്കൂട്ടാ. പിന്നെ അടങ്ങി ജീവിയൊന്ന് നമുക്ക് നോക്കാന്ന്. அவன் ஏதோ சம்திங் ரூல்ஸ் தெரிஞ்சிருக்குன்னு நினைக்கிறேன். ஏதோ பண்ண போறான் வந்து. பெரிய ஹேர் ஸ்டைல பத்தியா? ഇവിടെ എന്തോ ഒരു ദുർഗന്ധം. എലിയത്തന്റെ ദുരാത്മാക്കളുടെ സാന്നിധ്യം. இப்பதான் ஓவர் ஆக்டிங் பண்ணா പുച്ഛം അല്ലേ? നീ വല്ലേ പോളാടുന്നു. നീയൊക്കെ ഞാൻ കളിച്ചാൽ മതി. இவர் ஏதோ கொல்மன் போட்டியை ஓட்டுறதுக்கு ஒரு மந்திரவாதி வருவார்ல, அப்படி நினப்பு இருக்கு. ഇവിടെ കിഴക്കേതറ എണി മാർക്ക് പോ. கண்டிப்பா போய் இவர் வச்சு பண்ணிருக்கு. மூசா ഒരു 2 രൂപ. നിനക്ക് കഷ്ടമത്തെ കുഷ്ടമല്ലേ? പോ. இவர் ஏன் சட்டை எல்லாம் சுத்துறாரு எல்லா டைமும்? നീ കൊള്ളാം. கண்டிப்பா பேச்சுலர் ரூம்ல ஒருத்தன் சட்டை இல்லாம இருப்பான். കത്തിക്കുക. அந்த ஒருத்தர் தான் அவரு. ശേഷം ഈ ഗ്ലാസ് കൊണ്ട് അടയ്ക്കുക. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറെ കാലമായി. നീയൊക്കെ കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. സോറി. എല്ലാവരും ഞാൻ പറയുന്ന പോലെ പറയണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന്. ആത്മാവേ വാന്ന് പറഞ്ഞാലേ വരൂ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. കുറെ നേരമായി നീ. ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. പറ. ഗുഡ് സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് ആർ യു ദേർ? இன்னைக்கு வேற ஏதோ ஒன்று வரப்போதோ. அவனுக்கு ரூல்ஸ் தெரியுது, ஆனா அவன் இது வரைக்கும் ரியாலிட்டி பார்த்தது இல்ல. அவன் மூஞ்சி பாரு. என்னடா நகருது? யாரான? വാട്ട് ഈസ് യുവർ നെയിം? அவன் அசால்ட் இருக்கிறான் பாரு. இதைத்தானே நாங்க டெய்லி விளையாண்டுருக்கோம். Four plus 3. ஐயோ.
ഇവിടുங்க அதோட அடுத்தடுத்த லெவல் எல்லாம் பார்த்துட்டானுங்க. 7 7 வானவில்லை எத்தனை கலர்? അനാമിക എന്ന് അവരിവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അനാമിക ഈ വീട് വിട്ട് പോകാറുണ്ടോ? നോ. അനാമിക എത്ര ദിവസമായിട്ട് ഈ വീട്ടിലുണ്ട്? 2 27 ஆமா. 24 അനാമികയ്ക്ക് ഇവരോട് ദേഷ്യമുണ്ടോ? 24 ம் எஸ் நோவா? எஸ். ஸ்டூபிட், சிரிக்க கூடாது. எதுக்கு கோவம்? അനാമികയ്ക്ക് ഇവരെയൊക്കെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ അങ്ങ് വെറുതെ കൊന്നാ മതിയോ, അതോ ഇവരെ കയ്യിൽ ஐயோ ஏன் இது மேல அந்த கொஸ்டின் கேக்குறாரு இவரு? இவங்களே ஆஹா. ஆமா, அப்புறம் என்ன சொல்லுன்னு தெரியணும்ல. மூசா, இவருக்கு என்ன இவ்வளவு காண்டி உங்க மேல? ஐயோ, ഇനി ഈ വീട്ടിൽ ഒരുത്തനും അനാമികയൊന്നും ഓജോ ബോർഡൊന്നും മിണ്ടാൻ പാടില്ല. ഇനി മിണ്ടുന്നവനെ പൊതപ്പിക്കും ഞാൻ. இவர் நம்ம டைப் போல இருக்கு. வார்னிங்னா என்னது இது? இதோ CARO ஐயா. கேரமா? CARO. ചോറ് കൊണ്ടുവന്നേ. മക്കള് കഴിച്ചാ? ഞങ്ങൾ കഴിച്ചായിരുന്നു. സോമ, മോന്റെ കാലെങ്ങനെയുണ്ട്? കാല് വേദന ഒന്നുമില്ല, കുഴപ്പമില്ല. നിതിനാരായണ എന്റെ ശരിക്കുള്ള പേര്. സോമൻ എന്നുള്ളത് കില്ലപ്പേരാ. എന്നാലും സോമ എന്നുള്ള പേരാട്ടോ മോന് ചേരുക. അവിടെ പോയി ഉണ്ടാക്കാൻ പോവായിരിക്കും അല്ലേ? സംശയം. ആ, നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുന്നതിന്റെ പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും പറയേണ്ടി വരില്ല. അതിന് മുന്നേ ഭേദമായിട്ട് പോകാൻ പറ്റും. എന്നിട്ട് ബാക്കി പറ. പിന്നെ കളിച്ചിട്ടില്ല? ബോറടിയാ, കട്ട ബോറടി. மறுபடியும் எடுத்திருக்கானுங்க. ஓ, வாலிபால் வந்துட்டான்ல. ஓ, இது க்ளீன் எல்லாம் பண்ணி வச்சிருக்க மாதிரி காட்டுறாங்க. ஐயோ, இதை வேற காமிச்சிட்டே இருக்காங்கப்பா. என்ன அரை அரை விண்டோக்கு இது போட்டிருக்காங்க கர்டன். எல்லா பக்கம் மூலிகைக்கு டெவலப் பண்ணிருக்கானுங்க. கண்டா ஆரம்பிச்ச டைம் வேணும். எங்க பாரு, நான் இதை போடுறேன் அதை போடுறேன் அப்படின்னு சொல்லிட்டு இருப்பான்ல. யாரா நீங்க எலியை பிடிச்சி வச்சிருக்கோம்? വേണ്ട, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ കേൾക്കാൻ ഞാൻ അവന്റെ തന്തയൊന്നുമല്ലല്ലോ. കുഴപ്പമില്ല, വിഷമിക്കണ്ട. വിഷമോ? എന്തിന്? നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലേ? അളിയാ, വേദനയൊക്കെ വലുതാണ് സ്വാതന്ത്ര്യം. ഞാനും നീയൊക്കെ ഇപ്പോഴും ബ്രിട്ടീഷുകാരെ നിക്കറും കഴുകിയിരുന്നേനെ. അവരെ ആൻസർ വെക്കാൻ വേണ്ടിയല്ല സമരം ചെയ്ത്. നല്ല സമാധാനം ഉണ്ടല്ലേ? അവന്റെ ഐശ്വര്യം ഉണ്ടല്ലേ, മണമുണ്ടോ? രൂപേ എൻ്റെ കൂട്ടുള്ള സീനും ഏത് കൂടെ പുറപ്പിലുള്ള നാട്ടിലുള്ള നീ പറഞ്ഞിട്ടുണ്ട്. അവന് ഇവിടുത്തെ ലോക്കൽസും തട്ടിക്കൊണ്ടേ പൈസ കൊണ്ടേന്ന് തോന്നുന്നു. കാശിലോ മറിക്കാൻ പൈസ ഒന്നും വേണ്ട, അവര് ഫ്രീ ആയിട്ട് തിരിച്ചാക്കി. പക്ഷെ അവന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവനെന്തോ ശരിയല്ല, അവന്റെ പെരുമാറ്റം ശരി. ഞാൻ അവൻ്റെ സംസാരിച്ച്, അവൻ സംസാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ അവൻ ഏത് കാര്യം ചാട്ടണമെന്ന് ആലോചിച്ചോണ്ട്. എന്തൊന്നാടാ, അപ്പൊ നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ്. എന്റെ പൊന്ന് നിരൂപയം കഴുകി അവളെ കൊണ്ടുവന്ന പ്രേതം പോയല്ലോ എന്ന് പറയുന്നത്. എനിക്ക് അടുത്ത ആളെ കൊണ്ടുവരണം. ஸ்பூன் வச்சு சட்னி போட்டுட்டு இருக்காங்க. ഞാൻ വിളിച്ചോണ്ടോടാ. கடையில் வாங்கி ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ തല വെട്ടിവിടെ വെക്കണ്ടെന്നാലും ഞാൻ അവനെ പറഞ്ഞു പോലെ ദോശ വെച്ചിട്ടോടാ. വേണ്ട,
നാളെ ഇരുനിലമൂരിയും കൊണ്ട് രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. കണ്ണി കണ്ട പാമ്പിനെ പോയി തരം കൊണ്ടുപോകും. കണ്ട മറുതയും പ്രേതവും ഭ്രാന്തനെയൊന്നും കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല. എൻ്റെ രണ്ട് ഇരുനിലമൂരി വരുന്നതാണ് കുഴപ്പം. அவர் கஷ்டன்றவன் சொன்ன உடனே போய் பண்றான். இப்பவுமே அப்படி ஒரு பெட்டு இருக்கும்ல ஒரு சீனியர் இருக்கு. என்ன பூஜை போட்டுக்கிட்டு இருக்கானுங்களா? தெரியலையே. കൃഷ്ണ, നമുക്കിങ്ങനെ മുഖം നോക്കി സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഇങ്ങനെ കുരിശു തൂങ്ങി കിടക്കാണ്ട് ഏഷ്യങ്ങ താഴെ വന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ? ഈ വെള്ളം വീഞ്ഞാക്കുന്ന സെറ്റപ്പ് എങ്ങനെയാ? അത് ഈ ചുണ്ടത്തി ഓടക്കുഴലേ? ഇതെന്താ സംഭവം? അല്ല, ഇവരെ അടിയൻ സംസാരിക്കണം. ഒരു പേര് എന്നത് അർജുൻ. അർജുൻ അറിയാം. നല്ല റൂം. എന്റെ എന്നാ പിന്നെ അമ്മ കഴിച്ചാ? நான் ஏதோ பெரிய வேலையை பார்த்து விட போறான்னு நினைச்சேன். எனக்கு அதே வைப் தான் கிடைக்குது. എന്നാ കിടന്നോ. எல்லாத்துக்கும் அதே சிக்னல் தானா? ஐயோ, ആരോഗ്യമൊക്കെ നോക്കണേ. கீழே பாருங்க ஹைஜீனிக்கு. ഞാൻ കിടക്കുന്ന മുമ്പ് അഡ്വൈച്ചിട്ട് കിടക്കാറുള്ളൂ. ഇങ്ങടെ കേൾക്കാറില്ല. എന്തെടുക്കണായിരുന്നു? കുറെ നേരമായല്ല. ചുമ്മാ ഹാൻഡ്സ് ആണ്. சிரிச்சுட்டே இருக்காரேப்பா. அதான் ஒரு மாதிரி இருக்கான்னு சொன்னார் இல்ல அவரு. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാറില്ല? ഞാൻ നാച്ചുറൽ ഫിറ്റ് ആയതുകൊണ്ട് ചെയ്യാറില്ല. എൻ്റെ ആവശ്യമില്ല. ഞാൻ ജിബിയൊക്കെ സ്ഥിരമായിരുന്നു വർക്കൗട്ട്. இந்த குரூப்ல ஒரு வித்தியாசமான ஆளா இருக்காரு. വന്നിട്ട് ആട്ടപ്പുറത്ത് കൊടുത്തു പോകുന്നത് ഈ പോസ്. என்னப்பா இது வரக போறவங்க பார்த்தா தலையேறிட்டு இருக்காரு. ஓ, வாட்ச் கூட கீழே வைக்க மாட்டாரு போல. இப்ப நீங்க வந்திருக்க வேண்டிய ரூம் இது இல்ல. ഇതെന്താണ് വെണ്ണും വെച്ചറോ? കഞ്ഞി ആവണുള്ളൂ. ഇപ്പൊ ബണ്ണ് കയറ്റ്. ഓനെന്തിനാ വരുമ്പോ പോകുമ്പോ ചിരിച്ചോണ്ടിരിക്കുന്നെ? പണ്ട് അങ്ങനെയാണ്. അന്ന് എപ്പോ ഇങ്ങനെ ചിരിക്കണ്ട. ഡാഡാ മിണ്ടാണ്ടിരിക്കും, അവൻ കേൾക്കും. നീ ഇതുണ്ടാക്ക്. இந்த சீன் கொஞ்சம் அட்ஜஸ்ட் பண்ணிக்கோ. ஐயோ, இப்பதானே சிரிச்சுட்டே இருக்காங்கன்னு சொன்னாங்க. காமெடி பண்ண போறாங்க அன்னைக்கு. எல்லாரும் அசம்பிள் ஆயிட்டு இருக்காங்க. ஏன் இப்படி நிக்கிறான்? സിനു വെറുതെ കളിക്കലേട്ടാ. ജിബി, നന്ദു കേട്ടോ. റിമോട്ടൊക്കെ വെച്ച ആൾക്കാരെ അറിയണേ. எதுக்கு நின்றுட்டு இருந்தாலும் நேரம்? സ്റ്റെക്ക് എന്നല്ല പറഞ്ഞെങ്കില് ഈ ഫിലിമിൽ പോസ് ചെയ്യുന്നില്ലേ? ആണ്. എടാ ഞാൻ ഇവനെ ആദ്യം കാണുമ്പോഴേ അവൻ കർത്താവിന് കൃഷ്ണനെ ഡബ് ചെയ്തോണ്ടിരിക്കും. அவங்க கசின் ஒரு கஃப்ரெண்ட் ஆகுது. ഭക്ഷണം കഴിക്കാം. ഇപ്പൊ നേരത്തെ സിനിമയുടെ ചെലവാണ് ബിരിയാണി. அவங்க கசின் ட்ரீட்டோ அடின்னு இதுல தெரியலவே இல்லப்பா. அதை விட சத்த பச்சால எப்படி இருந்தாரு? 3 ரோல்ல பாக்குற மாதிரி இல்ல அவரை. ஆல்ரெடி சக்காயிட்டான்னு நினைக்கிறேன். சாப்பிட்டு இருந்த சவுண்ட் அப்படியே நிக்கிது பாருங்க. എടാ ஐயோ, ജിബി, നീ ചോറ് അറിയണ? എത്ര പേരാടാ ഭക്ഷണം കിട്ടാണ്ട് പട്ടിണി കിടക്കണ. നീ ആള് വഷളായിക്കൊണ്ടിരിക്കട്ടോ. எனக்கு கிரேவிங் ஆகுது. നീ വെറുതെ അവനോട് ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ചുമ്മാ ഓരോന്നും. എടാ പിന്നെ അവന്റെ ഇരിപ്പും കോപ്പറയും കണ്ടിട്ട് ദേഷ്യം വരാണ്ട്. അല്ലാണ്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ കാരണം നിങ്ങൾ പറയണം. നീ വെറുതെ ഓരോന്നും ഊച്ചലമ്പാക്കല്ലേ. അങ്ങനൊന്നും ആർക്കും ഇല്ല. ഊച്ചലമ്പാക്കല്ലേ? ഇവിടെ ഇരിക്കണോ? ജിബിയെ, എന്താ ബിരിയാണി ഇഷ്ടായില്ലേ? എടാ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും തിന്നാ വാങ്ങണ? വേണ്ട. എന്നാ വാ കിടക്കാം. വാ.
ഉറങ്ങിയില്ലേ? ഞാൻ കുറച്ചാള് നാട്ടിൽ പോയി എന്നാലും ആലോചിക്കണം. എടാ ഞാനൊരു അങ്ങനെ വേണ്ടടാ, നീ ഇപ്പൊ വന്നില്ലുള്ളൂ, കുറച്ചാളായിട്ട് പോയാൽ മതി. അറിയില്ല ജിബി, എന്താടാ ദുസ്വപ്നമെല്ലാം കണ്ട? എന്തോടെ കളിച്ചോണ്ടിരിക്കുന്നത്? മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂലേ? ആരെങ്കിലും ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? அவனுக்கு என்ன நடக்குதுன்னே தெரியல. அவர் என்ன டபுள் ஆக்டிவேட் பண்ணிட்டு இருக்காரு? பயப்பட போறான் அப்ப அவன். ഹലോ, ആ. എന്ത് ചെയ്യണേ? തൊണ്ട ഭയങ്കര നോമ്പില്ല, അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൽ. തലോട്ടി സൂപ്പ് ട്രൈ ചെയ്തൂടെ? തലോട്ടി വെട്ടിട്ട് ഉപ്പിടൂലേ? ബെസ്റ്റാ. തലയെ വെട്ടി സൂപ്പ്. എന്തിനാ ആരും വിളിക്കണത്? ഞാൻ ഇവിടെ ഇല്ലേ? എന്നോട് തന്നെ സ്വപ്നം കണ്ട എന്താ അടുത്തത്? നിന്റെ ആ സിനു സോളമന് തലയൊട്ടി സൂപ്പ് ആണോ ചോദിക്കുന്നത്? ജിബി, ഈ സിനിമയോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കും. അവനൊന്ന് ഷോക്ക് മാറിയിട്ടുണ്ടാവില്ല. ഇതിനെപ്പറ്റി ആരോടും തുറന്ന് സംസാരിച്ചു ശരിയാവും. സംസാരിക്കും. കാണാൻ കേട്ട് പേസാക്കി വേണ്ടിയതാ. നാളെ സംസാരിക്കാം. ഇപ്പൊ എന്നെ പഠിപ്പിച്ചിട്ട് വിട്ടത്ര. ശരി നീ വന്നേ, വാ എന്നോട് വാ. ഞാൻ സംസാരിക്കാം. ചെല്ല്. ഈ എന്തിനാണ് തലയോട്ടി സൂപ്പെന്ന കുറെ പേടിക്കണത്? പഠിക്കണ്ടേ? വെറുതെ അങ്ങോട്ട് പേടിക്കാണ്. ടെൻഷൻ അടിക്കാതെ ഞാൻ സംസാരിച്ച് നേരെയാക്കാം. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രാത്രി ഉറക്കില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണത്. വെറുതെ അല്ല മുഖത്ത് വാട്ടം. ഒരു ശരാശരി മനുഷ്യൻ മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതിരുന്ന മുഖത്ത് വാട്ടമൊക്കെ ഉണ്ടാവും. ആകെ പോട്ടെ, എത്ര വർഷം ഇവിടെ വന്നിട്ട്? നല്ലൊരു ഫോട്ടോ വരുന്നു, വെറുതെ കത്തിച്ചോളാം. പാവം. അയ്യോ. Thank you for watching part 2. அடுத்த பாட்டுல சந்திப்போம். Bye.